ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതും നമ്മുടെ ഇന്ത്യയിൽ. അതെ, ആദി സംസ്കൃതി. ഇത് വന്ന് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഇതിന്റെ ബീറ്റ വേർഷൻ ആണ് അവരിപ്പോൾ നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ്സ് ലൈക്ക് ടേസ്റ്റിംഗ് ദ ഫുഡ് ബിഫോർ സെർവിംഗ് ടു എവരി വൺ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ടെസ്റ്റിംഗ് ആപ്പ് ആണ്. അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് പബ്ലിക്ലി എത്രത്തോളം എഫിഷ്യന്റ്ലി ആക്സസിബിൾ ആയിരിക്കും എന്നതിന് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വേർഷൻ ആണ് നമ്മൾ ഈ ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബീറ്റ വേർഷൻ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരാണ് ആദി സംസ്കൃതി. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസിന്റെ അമിതമായ ഉപയോഗത്തോടുകൂടി നമ്മുടെ തനതായ സംസ്കാരവും പൈതൃകവും വളരെയധികം പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പോലെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഉള്ള കാര്യങ്ങളും നമ്മുടെ സംസ്കാരവും പൈതൃകവും ഇപ്പോഴത്തെ തലമുറകളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് നമുക്ക് അതും ഡിജിറ്റലൈസ്ഡ് ആക്കിക്കൂടാ? അതെ, അതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആദി സംസ്കൃതി എന്നുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ട്രൈബൽ ആർട്സ്, കൾച്ചർ, അതേപോലെ തന്നെ നോളജ് എന്നിവ പ്രിസർവ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ എംപവർമെന്റിനും അതേപോലെ തന്നെ അവർക്ക് പുതിയൊരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഇതുവഴി എനേബിൾ ആക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ ഒരു ട്രൈബൽ ആർട്ടിസൻസിന്റെ കഴിവുകൾ നമുക്ക് ഗ്ലോബൽ ഓഡിയൻസിലേക്ക് റീച്ച് ആക്കാനും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെയാണ് ആദി വിശ്വവിദ്യാലയ എന്ന് പറയുമ്പോൾ പേരിലുള്ള പോലെ തന്നെ ഇറ്റ്സ് എ വിദ്യാലയ. ഓക്കെ, അതൊരു ഡിജിറ്റൽ അക്കാഡമിയാണ്. അതിൽ ഏകദേശം 45 കോഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ട്രൈബൽ ഡാൻസ്, മ്യൂസിക്, ഫോക്ലോർ എന്നിവ ഉൾപ്പെടെ ഏകദേശം 45ഓളം കോഴ്സുകളാണ് ഈ ഒരു ഡിജിറ്റൽ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ആണ് ആദി സമ്പാദ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഏകദേശം 5000-ലുപരി ക്യൂറേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ്. നമ്മുടെ റിച്ച് ട്രൈബൽ ട്രഡീഷൻസിനെ പറ്റിയിട്ടുള്ള 5000-ൽ പരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ആദി സമ്പാദയിൽ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ആദിഹദ് എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ട്രൈഫെഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ട്രൈഫെഡ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ട്രൈഫെഡുമായിട്ട് ലിങ്ക് ചെയ്ത് ഇതുവഴി എന്ത് ചെയ്യും, നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് ഉറപ്പുവരുത്തുകയും അതേപോലെ തന്നെ ഇതുവഴി ട്രൈബൽ പ്രൊഡക്ട്സ് കൺസ്യൂമറിലേക്ക് ഡയറക്ട്ലി നമുക്ക് സെല് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, എന്താണ് ട്രൈഫെഡ് എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് എൻറ്റിറ്റി ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ്. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്രൈബൽസിന്റെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതുവഴി അവർക്കൊരു ലിവ്ലിഹുഡ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏകദേശം 11 ലക്ഷത്തിലധികം ഈ ട്രൈഫെഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ അവരുടെ ലൈഫ് സ്റ്റൈല് ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രൈഫെഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആദി സംസ്കൃതിയുടെ പാർട്ടായിട്ടുള്ള ആദി ഹത്ത് വഴി നമ്മുടെ ഈ ട്രൈബൽ പ്രോഡക്ട്സ് ഡിജിറ്റലി മാർക്കറ്റിംഗ് ചെയ്ത് നമ്മുടെ ഗ്ലോബലി നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്.